I am Manshijas. I am a third year BCom student from Amal College. Now I am going to conduct a seminar on the topic addition solved problems from the chapter Income from Salary. So let's start. ബേസിക് പേ എന്ന് പറയുന്നത് ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന ബേസിക് ആയിട്ടുള്ള ഒരു സാലറി, അതായത് ഒരു ഫിക്സഡ് സാലറിനെയാണ് ബേസിക് പേ എന്ന് പറയുന്നത്. അത് ടാക്സബിൾ ആയിരിക്കും. ബേസിക് പേ ഫുള്ളി ടാക്സബിൾ ആണ്. അതുപോലെ ഡിയർനെസ് അലവൻസ് പറഞ്ഞാൽ എംപ്ലോയിക്ക് കൊടുക്കുന്ന ബേസിക് സാലറിക്ക് പുറമെ കൊടുക്കുന്ന, അതായത് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഒരു ഫിക്സഡ് എമൗണ്ടിനെയാണ് ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. അതും ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. ആൻഡ് കമ്മീഷനും ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. ദെൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസും ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. മെഡിക്കൽ എക്സ്പെൻസസ് റീഇംബേഴ്സ്ഡ്, അതും ഫുള്ളി ടാക്സബിൾ ആണ്. പിന്നെ പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് 2000 വാസ് പെയ്ഡ് ബൈ ഹിസ് എംപ്ലോയർ. ഇവിടെ എംപ്ലോയർ 1000 പേ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എംപ്ലോയീൻ്റെ സാലറി കണ്ടുപിടിച്ചാൽ മതി, അതായത് എംപ്ലോയിക്ക് ആ സാലറിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം കണ്ടുപിടിച്ചാൽ മതി എന്നാണ് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2000 ആണ് ഇവിടെ തന്നിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് 1000 മാത്രം എടുത്താൽ മതി. എംപ്ലോയീൻ്റെ കേസാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പം എംപ്ലോയി 1000 ടാക്സ് പേ ചെയ്തിട്ടുണ്ട്, എംപ്ലോയറും 1000 ടാക്സ് പേ ചെയ്തിട്ടുണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതും ഫുള്ളി ടാക്സബിൾ ആണ്. ദെൻ ഇവിടെ അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടിയും ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ ഗോയൽ കോൺട്രിബ്യൂട്ട്സ് ₹5,000 ടുവേർഡ്സ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. അതായത് RPF ആയിട്ട് ഗോയൽ പറഞ്ഞ എംപ്ലോയി 5,000 കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഹി ഹാസ് നോ അതർ ഇൻകം. അപ്പോൾ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻസ് ആണ്. സോ പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷനാണ് RPF മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഗോയൽ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് എംപ്ലോയിയാണ്, അതായത് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷനിലാണ് ഇയാൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ RPF ഗവൺമെൻറ് സെക്ടറിൽ, അതായത് പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് RPFൻ്റെ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അണ്ടർ സെക്ഷൻ 80C പ്രകാരം ഇവർക്ക് ഈ RPFന് ഉള്ള ഒരു ഇളവ് തന്നിട്ടുണ്ട്, ഡിഡക്ഷൻസ് തന്നിട്ടുണ്ട്, അതായത് ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ട് മാത്രം. അപ്പോൾ അവർക്ക് ആ RPF എന്നുള്ളത് ടാക്സബിൾ ആയിരിക്കില്ല. ഈ ക്വസ്റ്റ്യനിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസും അതുപോലെ പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് എന്ന് പറയുന്ന 2 ഐറ്റം ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള ഐറ്റം അല്ല. അത് ഒരു ലിമിറ്റ് വരെ, ഇതൊരു സ്പെസിഫിക് ലിമിറ്റ് വരെ അതിന് ടാക്സ് പേ ചെയ്യേണ്ടതില്ല. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസും അതുപോലെ പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ആയിട്ട് തന്നിട്ടുള്ള ആ 2 ഐറ്റത്തിൻ്റെയും എമൗണ്ട് ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് എഴുതണം. എന്നിട്ട് ഗ്രോസ് സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഡിഡക്ഷൻസിൻ്റെ സെക്ഷൻ വരുമ്പോൾ ഡിഡക്റ്റ് ചെയ്ത് കളയണം ആ 2 എമൗണ്ടും. അപ്പോൾ ഈ ഡിഡക്ഷൻസ് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് ഒരു കറൻറ്റ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷന് 50,000 വരെയാണ്. അപ്പം അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ടാണ് 50,000 നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ എമൗണ്ട് ഗ്രോസ് സാലറി കിട്ടിക്കഴിഞ്ഞാൽ ശേഷം ആ 50,000 നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് കളയണം. എന്നാലേ നമുക്ക് ഇൻകം ഫ്രം സാലറി എന്നുള്ള ഒരു ഫൈനൽ എമൗണ്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാം. ആദ്യം പറഞ്ഞിട്ടുള്ളത് ബേസിക് പേ ആണ്. ബേസിക് പേ ഫുള്ളി ടാക്സബിൾ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതുകയാണ് ബേസിക് പേ എന്ന്. അങ്ങനെ ഒരു ഐറ്റം എഴുതുക. ഫുള്ളി ടാക്സബിൾ ആയതുകൊണ്ട് ഫുള്ളി എമൗണ്ട് എടുക്കുക. 4 lakh ആണ് എമൗണ്ട്. പിന്നെ ഡിയർനെസ് അലവൻസ്, അതും ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതുകൊണ്ട് ഡയറക്റ്റ് എഴുതുക എമൗണ്ട് 1,50,000. ദെൻ കമ്മീഷൻ, അതും ഫുള്ളി ടാക്സബിൾ ആണ്. സോ 1 lakh. പിന്നെ അടുത്തായിട്ടാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. അത് നമ്മൾ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ലേറ്റർ നമുക്കൊരു ഗ്രോസ് സാലറി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോസ് സാലറീൻ്റെ കൂടെ എന്നിട്ട് ഈ എമൗണ്ടുകളൊക്കെ, അതായത് ഒരു എക്സംഷൻ ആണല്ലോ ഇവിടെ തന്നിട്ടുള്ളത്, ഒരു സ്പെസിഫിക് ലിമിറ്റ് വരെയാണ് ഈ ഐറ്റത്തിൻ്റെ ടാക്സ് പേ ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഇവിടെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഡിഡക്ഷൻസിൻ്റെ പാർട്ട് വരുമ്പോൾ അവിടെ ലെസ് ചെയ്യുക. അപ്പോൾ ആദ്യം എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഇവിടെ ആഡ് ചെയ്യാൻ
എടുക്കാം. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എത്രയാണ്? 40,000. അടുത്ത ഐറ്റം മെഡിക്കൽ എക്സ്പെൻസസ്. മെഡിക്കൽ എക്സ്പെൻസസ് ഒരു ഫുള്ളി ടാക്സബിൾ ആണ്, അതുകൊണ്ട് ഡയറക്റ്റ് ചെയ്താൽ മെഡിക്കൽ എക്സ്പെൻസസ് 25,000. ദെൻ പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ്. പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2,000 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബ്രാക്കറ്റിൽ അതിൽ 1,000 രൂപ എംപ്ലോയറാണ് പേ ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കേസ് എംപ്ലോയിൻ്റെ സാലറി മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പം എംപ്ലോയി എത്രയാണ്? അതിൽ 2,000 നിലയിൽ 1,000 എംപ്ലോയിയും പേ ചെയ്തിട്ടുണ്ട്, 1,000 എംപ്ലോയറും പേ ചെയ്തിട്ടുണ്ട്. അപ്പം എംപ്ലോയിൻ്റെ കേസ് മാത്രമേ കൊണ്ട് നമ്മൾ 1,000 മാത്രമേ എടുക്കുന്നുള്ളൂ. സോ 1,000 എഴുതുക. പിന്നെ ക്വസ്റ്റ്യനിൽ നമുക്കൊരു വേറെ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. RPF റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് 5,000 എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊരു ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ട് RPF ടാക്സബിൾ അല്ല. അപ്പോൾ ടാക്സബിൾ അല്ലാത്ത സാധനം ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എമൗണ്ട് കോളത്തിൽ നിൽ എഴുതിയാൽ മതി. ഐറ്റം ഇവിടെ എഴുതിയിട്ട് എമൗണ്ട് കോളത്തിൽ നിൽ എഴുതാം. കാരണം നമ്മൾ ടാക്സ് ഇവർക്ക് പേ ചെയ്യണ്ടല്ലോ ഗവൺമെൻറ് എംപ്ലോയിക്ക്. അപ്പോൾ നമ്മളവിടെ എമൗണ്ട് കോളത്തിൽ നില്ല് എഴുതുന്നു. RPF. ഇനി RPF എന്തുകൊണ്ടാണ് ഇതിൽ എടുക്കാത്തതെന്നുള്ളത് അവസാനം ഒരു നോട്ടാക്കിയിട്ട് എഴുതണം. ഈ ടേബിൾ, അതായത് ഈ ആൻസർ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളൊരു നോട്ടാക്കിയിട്ട് എഴുതും. ഇനി ഗ്രോസ് സാലറിയാണ് കണ്ടത്. അതായത് ഈ തന്നിട്ടുള്ള എല്ലാ ഐറ്റംസും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് സാലറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ഐറ്റം കിട്ടും. ഗ്രോസ് സാലറി എല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 7,16,000 ആണ്. അതുപോലെ ഗ്രോസ് സാലറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ഈ ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റർടൈൻമെൻറ്റ് അലവൻസും അതുപോലെ പ്രൊഫഷണൽ ടാക്സ്, ആ 2 എമൗണ്ടും ഇനി ഗ്രോസ് സാലറിൻ്റെ കൂടെ ഡിഡക്റ്റ് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ട് 15,000, അത് ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. ഇനി അതാണ് ആ അഡ്ജസ്റ്റ്മെൻറ്റാണ് എഴുതാൻ പോകുന്നത്. സെക്ഷൻ 16 പ്രകാരമാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. $50,000 എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ അതാണ് ഇപ്പോഴത്തെ കറൻറ്റ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് ഫിക്സ്ഡ് ആണ്, ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഗ്രോസ് സാലറിയിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ടുള്ള 50,000 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും 6,66,000. ഇതായിരിക്കും ഇൻകം ഫ്രം സാലറി. അപ്പോൾ ഗോയലിന് കിട്ടിയിട്ടുള്ള അയാളുടെ സാലറിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻകം ആണ് 6,66,000. അതായത് അയാളുടെ എല്ലാ ടാക്സും ഡിഡക്ഷൻസും എല്ലാം കഴിഞ്ഞിട്ട് അയാൾക്ക് ലാസ്റ്റായിട്ട് ഫൈനലായിട്ട് കിട്ടിയുള്ള അയാളുടെ ഇൻകമാണ് 6,66,000. ഇനി ഈ ക്വസ്റ്റിന് കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഐറ്റംസ് എടുക്കാത്തതോ, അതായത് എന്തെങ്കിലും സ്പെഷ്യൽ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ RPF ഇതിൽ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എടുത്തിട്ടില്ല. കാരണം അത് ടാക്സബിൾ അല്ല എന്നാണ് പറയുന്നത്. കാരണം സെക്ഷൻ 80C പ്രകാരം അത് ഡിഡക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതിപ്പോൾ ക്വസ്റ്റ്യനിൽ ആ ഒരാൾ ഇൻഡിവിജ്വൽ ഗവൺമെൻറ് എംപ്ലോയി ആണെന്ന് പറയുകയാണെങ്കിൽ അത് ഡിഡക്റ്റബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ RPF. അല്ലെങ്കിൽ അതൊരു പ്രൈവറ്റ് സെക്ടർ എംപ്ലോയി ആണെങ്കിൽ ആ RPF ടാക്സബിൾ ആയിരിക്കും. ഇവിടെ ടാക്സബിൾ അല്ലാത്തത് പറഞ്ഞത് പബ്ലിക് സെക്ടർ എംപ്ലോയി ആയതുകൊണ്ടാണ്, അതായത് ഒരു ഗവൺമെൻറ് എംപ്ലോയി അതുകൊണ്ടാണ് RPF നമ്മൾ ഇതിൽ എടുക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. So thank you for watching.